കുടി മാറ്റാൻ പോകുന്നു എന്ന് പറഞ്ഞപ്പോ, കുടിമരം മാറ്റാൻ പോകുന്നു പറഞ്ഞപ്പോ ഫണ്ട് പിരിച്ചു കോടിക്കണക്കിന്. കണക്കില്ല. ആ ഫണ്ട് ഉപയോഗിക്കേണ്ടി വന്നില്ല, ഒരാൾ തന്നെയാണ് അത് സ്പോൺസർ ചെയ്തത്. അതുകൊണ്ട് കുടിമരത്തിന് വേണ്ടി പിരിച്ച പണം എവിടെ? കാണാനില്ല. അതിന് സ്വർണം പിരിച്ചു, ആ സ്വർണം എവിടെ? കാണാനില്ല. കേരളത്തിന്റെ വിവിധ മേഖലയിൽ മാത്രമല്ല, ഇന്ത്യയുടെ പല ഭാഗത്ത് പോയിട്ട് ഈ തന്ത്രിയും ഗോവർദ്ധനും ഒപ്പം വേറൊരാളും ഉണ്ട്. ആരാ? വേറൊരാളുണ്ട്. പറഞ്ഞോ? അടൂർ പ്രകാശൻ. കൃത്യ ഉത്തരം. ഈ അടൂർ പ്രകാശൻ ഞാനിവിടെ പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇപ്പോ SIT ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുന്നു എന്ന വാർത്തയാണ് പുറത്തു വന്നത്. അപ്പൊ SIT ഇപ്പൊ വേണ്ട. നിങ്ങൾക്ക് കോൺഗ്രസുകാർക്ക് SIT വേണ്ട. കാരണം കോൺഗ്രസുകാരെ പിടിക്കാൻ തുടങ്ങി. മുമ്പ് കമ്മ്യൂണിസ്റ്റുകാരില്ലേ പിടിച്ചുകൊണ്ടിരുന്നത് എന്ന് പറഞ്ഞിട്ടാണ് വലിയ അക്രമം നമുക്കെതിരായിട്ട്. പണ്ടാരോ പറഞ്ഞ പോലെ മാങ്ങേന്റെ പുളി ശരിക്കും മനസ്സിലാവണമെങ്കിൽ അണ്ടിയോട് എടുക്കണം. ഇപ്പൊ ശരിക്കും പുളി മനസ്സിലായി. ഇപ്പൊ ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുക. രാവിലെ തുടങ്ങിയിട്ടുണ്ട് ചോദ്യം ചെയ്യൽ, അവസാനിച്ചിട്ടില്ല. പരിശോധിച്ചോടെ ഞാനതിൻ്റെ അകത്ത് ഞങ്ങൾ ആദ്യം ഒരു കാര്യം പറഞ്ഞു. അയ്യപ്പന്റെ ഒരു തരി സ്വർണം നഷ്ടപ്പെടാൻ പാടില്ല. ആരാണോ ഉത്തരവാദി ഒരാളെയും വെറുതെ വിടാൻ പാടില്ല. എല്ലാം നിയമത്തിന്റെ മുമ്പിൽ കൊണ്ടുവരണം. എന്നിട്ട് ഒരു കാര്യം കൂടി ഞാൻ പറഞ്ഞു. ആരായാലും അവരെ സംരക്ഷിക്കാൻ ഞങ്ങളില്ല, ഒരാളെയും സംരക്ഷിക്കില്ല എന്ന ഉറപ്പ് ഞങ്ങൾ കൊടുത്തു. നിങ്ങൾ ആദ്യം അങ്ങനെയൊക്കെ പറഞ്ഞു നോക്കി. പിന്നീട് കോൺഗ്രസിലേക്ക് വന്നപ്പോൾ സോണിയാഗാന്ധിനെ കാണാൻ പോയത് എന്താണെന്ന് ചോദിച്ചപ്പോൾ ഇന്നുവരെ മറുപടി പറഞ്ഞിട്ടില്ല. ഇനിയിപ്പോൾ ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുക. നിങ്ങൾ പല സ്ഥലത്തും പോയിട്ട് ഇതെല്ലാം ഇന്ത്യയുടെ പല ഭാഗത്തും പോയി കണ്ടിട്ടുണ്ട് ഇവര്. എന്തിനാ കാണാൻ പോയത്, എന്താ കാര്യം എന്നത് പറയണ്ടേ? അതിപ്പം പറയായിരിക്കും. അടൂർ പ്രകാശ് പറയായിരിക്കും. പറയട്ടെ. ഇനി ആരൊക്കെയാണ് പിടിക്കാൻ പോകുന്നത് എനിക്കറിയില്ല. ഈ വാഹനം യഥാർത്ഥത്തിൽ ഏൽപ്പിച്ചു കൊടുത്തത്, തന്ത്രിക്ക് ഏൽപ്പിച്ചു കൊടുത്തത് തെറ്റാണെന്ന് മനസ്സിലായി. ആ പണം മുഴുവൻ ഇവിടെ പോയി എന്നുള്ളതിന് കൃത്യമായ കണക്ക് വേണ്ടേ? കൃത്യമായ അന്വേഷണം വേണം. അപ്പോ VD സതീശൻ പറയാണ് ജാമ്യം കിട്ടിപ്പോയി. അപ്പൊ ഹൈക്കോടതി പറഞ്ഞു കിട്ടിക്കോട്ടെ, കുഴപ്പമില്ല. ഇത് കൊലക്കേസൊന്നുമല്ല, ഇത് അടിപിടി കേസല്ല, ഇത് ഗൗരവമുള്ള കേസാണ്. ആ കേസിന് 1 മാസം കൊണ്ടോ അല്ലെങ്കിൽ 3 മാസം കൊണ്ടോ അന്വേഷണം പൂർത്തിയാവില്ല. അതുകൊണ്ട് ആരും രക്ഷപ്പെടില്ല എന്ന് ഞങ്ങൾ പറഞ്ഞതല്ല, ഹൈക്കോടതി പറഞ്ഞപ്പോ VD സതീശനും ഞാൻ ഒറ്റ കാര്യം എനിക്ക് പറയാനുണ്ട്. ആരായാലും നിയമത്തിന്റെ മുമ്പിൽ കൊണ്ടുവരുന്നത് കോൺഗ്രസ് ആയിക്കോട്ടെ, BJP ആയിക്കോട്ടെ. BJP തന്ത്രിയെ പിടിച്ചപ്പോ പിന്നെ BJPക്കും വേണ്ട. തന്ത്രിയുടെ വീട്ടിലേക്ക് BJPക്കാരുടെ ഒരു ഒഴുക്കായിരുന്നു. പേരും കള്ളനാണ് എന്ന് ഇപ്പോഴും കൃത്യമായിട്ട് മനസ്സിലായി തന്ത്രി. ഈ തന്ത്രി ഉൾപ്പെടെ ചേർന്നുകൊണ്ടാണ് പലതും ഈ എന്താ പറയാ, അതിന് അവിടെ രാശി വെക്കുമല്ലോ, രാശി വെച്ച് തീരുമാനിക്കുന്നത്. അപ്പൊ മുമ്പത്തെ ഒരു അനുഭവം നമ്മുടെ മുമ്പിലുണ്ടല്ലോ, കയ്യോടെ പിടിച്ചത്. അതിലപ്പുറം ഞാൻ പറയുന്നില്ല. ഇപ്പം ഒരു സ്ഥലത്തുനിന്നാണ് കയ്യോടെ പിടിച്ചത്. പിടിച്ച സന്യാസി ചങ്ങായിക്ക് ഈ കടമകൾ നിർവഹിക്കാൻ പാടുണ്ടോ എന്ന് സ്വർണ്ണപ്രശ്നം വെച്ചു. അപ്പൊ സ്വർണ്ണപ്രശ്നം ഇമാതിരി തന്ത്രിയല്ലേ ഒപ്പമുള്ളത്. തന്ത്രി പറഞ്ഞു ആവാം, ഇവനെ പിടിച്ചാലും കുഴപ്പമില്ല. ഇമാതിരി സ്വർണ്ണപ്രശ്നം ഇതല്ലേ ഇവർക്ക് വേണ്ടി ഉണ്ടാക്കുന്നതാണ്. അതേ അങ്ങനെയാണ് ഇതും പോയത്. ഏത് ഈ പറഞ്ഞ കൊടിമരം അരിച്ചു എന്ന് പറഞ്ഞത് ഇതേപോലെ തന്നെയാണ്.